ഇന്ത്യൻ സൂപ്പർ ലീഗ് മാച്ച് വീക്ക് 3 വിരുന്നെത്തുന്ന കാഴ്ച. പഞ്ചാബ് EFC വേഴ്സസ് ഹൈദരാബാദ് EFC പോരാട്ടത്തിനാണ്. ആദ്യ 11ലേക്ക് നോക്കിയാൽ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് പഞ്ചാബ് FC ഈ മത്സരവും തുടരുന്നത്. 4-3-3 ഫോർമേഷനിൽ രവികുമാർ ഗോൾ വലയിൽ, ലുങ് ടീം സുരേഷ് മീട്ടി, ഇവാൻ നോവോസലച്ച് എന്നിവർ പ്രതിരോധത്തിൽ, വിനീത് റായ്, ഫിലിപ്പ് മർസലിയക്, നിഖിൽ പ്രഭു മധ്യനിരയിലൊപ്പം നിഹാൽ സുധീഷ് എന്ന മലയാളി സാന്നിധ്യം. ഹൈദരാബാദ് FC ഒരേ ഒരു മാറ്റം മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ നിന്നും വ്യത്യസ്തമായി വരുന്നത്. ഗൊഡാഡ് ഈ മത്സരത്തിന്റെ ആദ്യ 11ലേക്ക് വരുന്നു അഭിജിത്തിന് പകരം. സോ 4-2-3-1 ഫോർമേഷനിലാണ് ഹൈദരാബാദ് FCയുടെ ഈ നിര. മലയാളി സാന്നിധ്യമായി 3 താരങ്ങളെ നമുക്ക് കാണാം. അതിൽ ഏറ്റവും ശ്രദ്ധേയം ആ നായക പദവി അലങ്കരിക്കുന്ന അലക്സ് സജി, അതിനോടൊപ്പം റാഫി അബ്ദുൾ റബി എന്ന മലയാളി സാന്നിധ്യം. സോ ടീം ഏതാകട്ടെ, പക്ഷേ കളിക്കുന്നത് മലയാളികളാകുമ്പോൾ അതൊരു അഭിമാന നിമിഷം തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും. കൗണ്ട്ഡൗൺ സൂചിക ചുരുക്കപ്പെടുകയാണ് ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ. ലെറ്റ്സ് ഫുട്ബോൾ പുറത്തെടുക്കുകയാണ്. സോ ഈ മത്സരത്തിന്റെ ആദ്യ യെല്ലോ കാർഡ് പുറത്തെടുത്തു കഴിഞ്ഞു. മുഖ്യ റഫ് ദേവേന്ദ്ര മാർച്ചുങ്ക ഫ്രീക്കിക്കിനായി തയ്യാറെടുക്കുകയാണ്. ഒരു പ്രതിരോധ മതിൽ തന്നെ തീർക്കുന്നു പഞ്ചാബ്. ആദ്യ കോർണർ കിക്കിലേക്ക് എത്തുന്നു ഹൈദരാബാദ് FC. ആയുഷ് അധികാരിയുടെ കർവിംഗ് ബോൾ, നിഹാൽ സുധീഷ് മറ്റൊരു ഗോളിന് തൊട്ടരികിലെത്തിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേട്ടത്തിലേക്ക് എത്തിയ മലയാളി താരം തൊട്ടടുത്ത മത്സരത്തിൽ ഒരു ഉഗ്രൻ പന്ത് വെച്ചു കൊടുക്കുന്നു വിഡാൽ. പഞ്ചാബിന് അനുകൂലമായ ഫ്രീ കിക്ക്. വിഡാൽ, ഇതാണ് വിഡാൽ, അർജന്റീൻ വിഡാൽ. നോക്കുക, ഈ മത്സരത്തിൽ ഏറ്റവും ഭംഗിയായ അവസരങ്ങൾ ഇതുവരെയും മെനഞ്ഞെടുത്തുകൊണ്ടിരുന്ന വിഡാൽ ഒടുവിൽ പഞ്ചാബിന് അനുകൂലമായ ഒരു സെറ്റ് പീസ് ലഭ്യമായപ്പോൾ കൃത്യമായ ഒരു ഫ്രീ കിക്കിലൂടെ ലീഡിലെത്തിക്കുന്നു പഞ്ചാബിനെ. 35-ാം മിനിറ്റ് പിന്നിടുമ്പോൾ പഞ്ചാബ് FCക്ക് വേണ്ടി വിഡാൽ. ആദ്യ പകുതിയുടെ അവസാന വിസിൽ മുഴങ്ങിക്കഴിഞ്ഞു. ഹൈദരാബാദ് FC തയ്യാറെടുത്തു കഴിഞ്ഞു. സോ തുടക്കമാകുന്നു രണ്ടാം പകുതിക്ക്. ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു ബാക്കിംഗിൽ ലഭിക്കുന്ന അവസരങ്ങളെ പറ്റി. വീണ്ടും വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്ന സാഹചര്യമാണ്. വിരിച്ചിരുന്ന ഒരു ഗോൾ, പക്ഷേ അത് ലഭ്യമായത് ആ ഗോളിലേക്ക് വഴി തുറന്നു കൊണ്ടുവന്ന ഫിലിപ്പ് മർസലിയാക്കിന് തന്നെയായി. വിധി മർസലിയാക്കിന് അനുകൂലമായി. മർസലിയാക്കിന് ലഭിച്ച അവസരം ഒട്ടും നഷ്ടപ്പെടുത്താതെ ലീഡ് ഉയർത്തുന്നു പഞ്ചാബ്. പഞ്ചാബ് FC 2, ഹൈദരാബാദ് FC 0. മൂന്നാമത്തെ കോർണർ കിക്കാണ്. ഔട്ട് സ്വിംഗിംഗ് കോർണർ, പക്ഷേ തൊട്ടു പിന്നിൽ തക്കം പാർത്തു നിൽക്കുകയായിരുന്നു ഇവാൻ നോവോസലച്ച്. ഇതൊരു വിപത്തായി മാറുകയാണ്. നോക്കുക, ലിയാണ്ടർ യെല്ലോ കാർഡുകളുടെ എണ്ണം അത് ഒരു റെഡ് കാർഡിലേക്ക് വഴിതിരിച്ചു വിടുന്നു. തങ്കോയ് സിംഗോയ്ക്ക് വീണ്ടും തലവേദനയുടെ നിമിഷമാണ്. ഓൾറെഡി ഒരു യെല്ലോ കാർഡ് കൺസീഡ് ചെയ്തു നിന്ന താരമാണ് ലിയാണ്ടർ. മറ്റൊരു യെല്ലോ കാർഡ് കൂടി വഴങ്ങേണ്ടി വരുന്നു. സോ പുറത്തേക്ക് പോവുകയാണ് ലിയാണ്ടർ. പഞ്ചാബിന് നീക്കം. സോ അധിക സമയവും